ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ഡേറ്റിംഗ് വരാറായി. ഇനി അധികം സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമി ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു ബാച്ചാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച്. അതിൻ്റെ ഭാഗമായി യൂട്യൂബിലും നമ്മൾ ഒരുപാട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് വരികയാണ്. RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ചിനെ പറ്റി ഇനിയും നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സസ് ഇതിനോടകം തന്നെ നമ്മുടെ യൂട്യൂബിലായാൽ പോലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോഴ്സ് പരിചിതമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാത്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയി പുതിയൊരു ക്ലാസ് തുടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ സെക്ഷൻസിലെല്ലാം നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, നമ്പർ സിസ്റ്റം. നിങ്ങളുടെ എക്സാമിന് ഏകദേശം 2 മുതൽ 3 ചോദ്യം വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2 മുതൽ 3 ചോദ്യം വരെ. പക്ഷേ അത് മാത്രമല്ല ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം. ഏതൊരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും നമ്മൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷനും നമ്പർ സിസ്റ്റവും. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് അറിയില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ പല ക്വസ്റ്റ്യനും എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമയം കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 2 ചാപ്റ്റേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മളപ്പോൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് മറക്കണ്ട. 2 മുതൽ 3 ചോദ്യം വരെ ഷുവർ. 3-ൽ കൂടുതൽ ചോദ്യം വന്നാലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നോക്കി, ആദ്യം നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ നമ്പേഴ്സ്, എത്ര വിധത്തിലാണ് നമ്പേഴ്സ് ഉള്ളത് എന്നതാണ്. ഒരുപാട് തരത്തിലുള്ള നമ്പേഴ്സ് നിങ്ങൾ തന്നെ കേട്ട് കാണുമല്ലോ. അത് ഏതിൻ്റെയൊക്കെ കീഴിൽ വരും, അത് ഏത് സ്വഭാവമാണ് ഓരോ നമ്പേഴ്സും കാണിക്കുക എന്നതെല്ലാം നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോവുകയാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ്. നോക്കി, കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ഹെഡാണ് കോംപ്ലക്സ് നമ്പർ. ആ കോംപ്ലക്സ് നമ്പറെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും. എന്താണ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇമാജിനറി നമ്പേഴ്സ്? അത് പഠിക്കണ്ടേ? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണ്ടേ? വേണം. Numbers which can be represented in a number line, those numbers are called real numbers. ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഒരു നമ്പർ ലൈൻ നിങ്ങൾക്കറിയാലോ. എന്താ നമ്പർ ലൈൻ നിങ്ങൾക്കറിയാലോ? എന്താണ് നമ്പർ ലൈൻ? നമ്പർ ലൈൻ സിംപ്ലി ഒരു നമ്പർ 1 2 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടാണെങ്കിലോ -1 -2 -3 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇൻഫിനിറ്റ്ലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അന്ത്യമില്ല. പക്ഷെ ഈ നമ്പേഴ്സ് മാത്രമാണോ നമ്പർ ലൈനിൽ വരിക? അല്ല. അല്ലെങ്കിൽ ഈ നമ്പേഴ്സിനെ മാത്രമാണോ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? അല്ല, ഒരിക്കലുമല്ല. നോക്കി ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെ 5 ഒരു റിയൽ നമ്പർ ആണോ? ആണ്, നമുക്കറിയാം. 1 2 3 4 5 നമ്പർ ലൈനിൽ വരും. ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം 5 ഒരു റിയൽ നമ്പർ ആണ്. -3 ഒരു റിയൽ നമ്പർ ആണോ? ആണ്. ആ നമ്പർ ലൈനിൽ താഴെ കിടക്കുന്നു. -3 ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണ് എങ്കിൽ 2/3 ഒരു റിയൽ നമ്പർ ആണോ? പലർക്കും സംശയം വരുന്നൊരു കാര്യമാണിത്. 2/3 ഇങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് റിയൽ നമ്പർ ആണോ എന്നുള്ളത്. കാരണം എന്താ? നമ്മൾ കണ്ടിട്ടുള്ള നമ്പർ ലൈൻ ഇതാ. ഇതിൽ പക്ഷേ 2/3 എങ്ങും കാണുന്നില്ല.
കാണുന്നില്ല. പക്ഷേ 2/3 ഒരു റിയൽ നമ്പർ ആണോ? ആണ്. കാരണം 2/3 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 0.6666 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് 2/3. ഇത് നമ്മുടെ നമ്പർ ലൈനിൽ എവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നോക്കി, 0-നേക്കാട്ടിൽ മുകളിലല്ലേ 0.66, 1-നേക്കാട്ടിൽ താഴെയല്ലേ, അപ്പോൾ രണ്ടിൻ്റെയും നടുക്കല്ലേ 0.66 വരിക. അപ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കി √3 ഒരു റിയൽ നമ്പർ ആണോ? √3 ഒരു റിയൽ നമ്പർ ആണോ? ആവുമോ? ആണ്. എന്തുകൊണ്ടാണ് നോക്കി, √3യുടെ വാല്യൂ ഒന്ന് നോക്കി. √3യുടെ വാല്യൂ 1.732 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് റിയൽ നമ്പർ അല്ലെങ്കിൽ √3യുടെ വാല്യൂ. അപ്പോൾ റിയൽ നമ്പർ അല്ലേ? അതെ. നോക്കി, 1.73 1-നേക്കാട്ടിൽ മുകളിലും 2-നേക്കാട്ടിൽ താഴെയും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്തൂടെ? 1.732 അല്ലേ? അപ്പോൾ റിയൽ നമ്പർ അല്ലേ? അതെ, റിയൽ നമ്പർ തന്നെ ആണ്. ക്ലിയർ ആണോ? ഇപ്പോൾ റിയൽ നമ്പേഴ്സിനെ പറ്റി ഐഡിയ ഉണ്ടോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇമാജിനറി നമ്പേഴ്സ് എന്താണ്? റിയൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. എക്സാമ്പിൾ എഴുതി 5 - 2 - 3 2/3 √3 √5 √7 √8 എന്തും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമാജിനറി നമ്പേഴ്സ്? നമ്മൾ റിയൽ നമ്പേഴ്സ് പറഞ്ഞു, എന്ത്? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമാജിനറി നമ്പേഴ്സ് എന്താ? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് എന്ത്? ഇമാജിനറി നമ്പർ. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഉണ്ട്. എക്സാമ്പിൾ എഴുതിക്കോ. √-3 √-7 ഇതെല്ലാം എന്താണ്? ഇമാജിനറി നമ്പേഴ്സ് ആണ്. നോക്കി, ഇമാജിനറി നമ്പേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ് √-1. ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെയും √-1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇമാജിനറി നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ √-1നെ വിളിക്കുന്ന പേരാണ് ഐ അല്ലെങ്കിൽ അയോട്ട എന്നാണ് ഈ ഒരു √-1നെ വിളിക്കുന്ന പേര്. ക്ലിയർ ആണോ? ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ഈ ഒരു ഇമാജിനറി നമ്പർ, അതായത് √-1 അയോട്ട മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയത്? ഇമാജിനറി നമ്പർ ആയി. ഇതാണ് ഇമാജിനറി നമ്പർ. അപ്പൊ എന്താ? നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ നമുക്കിനി റിയൽ നമ്പേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. ഇമാജിനറി നമ്പേഴ്സിൽ ഇനി അധികം പഠിക്കാനില്ല, അവിടെ കൊണ്ട് തീരുകയാണ്. ഇനി റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റാഷണൽ നമ്പറും, രണ്ട് ഇറാഷണൽ നമ്പറും. ക്ലിയർ ആണോ? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. എന്താണ് റാഷണൽ നമ്പർ? എന്താണ് ഇറാഷണൽ നമ്പർ? നോക്കിക്കോ. റാഷണൽ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം p/q. Numbers which can be represented or denoted in the form p/q. p/q ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന നമ്പേഴ്സുകളെ എല്ലാം നമ്മൾ എന്താ പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. വെയർ ഒരു കണ്ടീഷനോട് കൂടെ ഉണ്ട്. വെയർ q not equal to 0. q എന്ന് വെച്ചാൽ എന്താണ്? ഡിനോമിനേറ്റർ എന്താവാനും പാടില്ല? 0 ആവാനും പാടില്ല. ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. എക്സാമ്പിളിലൂടെ നമുക്ക് പരിചയപ്പെടാം. എക്സാമ്പിൾസ് നോക്കി 7 ഒരു റാഷണൽ നമ്പർ ആണോ? 7 ഒരു റാഷണൽ നമ്പർ ആണോ? നോക്കി, എന്താ റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, q
സീറോ അല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. 7 എനിക്ക് 7/1 എന്ന് എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ട് എങ്കിൽ ആണല്ലോ, 7/1 7 തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് 7 എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ അല്ലേ? ആണല്ലോ. 8 റാഷണൽ നമ്പർ അല്ലേ? 8/1 എന്ന് എഴുതാലോ, p/q ഫോമിൽ എഴുതാലോ. 8 റാഷണൽ നമ്പർ അല്ലേ? അതെ. -8 റാഷണൽ നമ്പർ ആണോ? -8 റാഷണൽ നമ്പർ ആണ്. എന്ന് വെച്ചാൽ എന്താ? -8/1 നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത്? റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ √4 ഒരു റാഷണൽ നമ്പർ ആണോ? √4നെ നമുക്ക് p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. റൂട്ട് വന്നു എന്നുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു നമ്പറിനെ റാഷണലോ ഇറാഷണലോ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. റൂട്ടിന് വെളിയിലെടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുമോ? പറ്റും. √4 എന്ന് വെച്ചാൽ എന്താ? 2/1 എന്താ? 2 തന്നെ അല്ലേ? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയില്ലേ? പറ്റി. സ്ക്വയർ റൂട്ടിന് വെളിയിലെടുക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? എല്ലാ റൂട്ട് നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം 0.4444 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഡെസിമൽ റാഷണൽ ആണോ? അതേടാ, റാഷണൽ ആണ്. എന്തുകൊണ്ട്? നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചു എന്ത്? ഈ ഒരു ഡെസിമലിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ് അതിന്റെ പേര്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിംഗ് ഡെസിമൽ. അതാണ് എന്ത്? ഈ ഒരു ഡെസിമലിന്റെ പേര് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ. നോൺ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ടെർമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? അവസാനിക്കുക, അന്ത്യമുള്ള, എൻഡുള്ള, അവസാനമുള്ളതാണ് ടെർമിനേറ്റ്. അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ അവസാനമില്ലാത്ത. നോക്കി, അവസാനം ഉണ്ടോ? ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നോക്കിയേ, റിപ്പീറ്റിംഗ് ഡെസിമൽ എന്ന് വെച്ചാൽ എന്താ? ഒരേ ഡിജിറ്റ്, ഒരേ നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ ഞാൻ എഴുതിയോ? 4 മാത്രമല്ലേ എഴുതിയോളൂ. ഇനി എത്ര വരെ പോയാലും അതെന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഡെസിമൽസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0.4 റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സിൽ ബാർ. ഇനി ഫ്രാക്ഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 4/9 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് p/q ഫോമിലല്ലേ കിടക്കുന്നത്? p/q ഫോമിലല്ലേ? ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോ 4/9 ഒരു റാഷണൽ നമ്പർ അല്ലേ? ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റാഷണൽ നമ്പർ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ? ഇറാഷണൽ നമ്പേഴ്സ്. നോക്കി, റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കും ഇവിടെ? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ് എങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്താ? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √3 ഒരു ഇറാഷണൽ നമ്പർ അല്ലേ? ആണ്. √3 നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല. അപ്പോ ഇറാഷണൽ നമ്പർ ആണ്. √5 ഒരു ഇറാഷണൽ നമ്പർ അല്ലേ? അതെ. റൂട്ടിന് വെളിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ? ഇറാഷണൽ നമ്പർ ആണ്. 0.71532110 ഇങ്ങനെ 03 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. ഈ ഒരു ഡെസിമൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഒരു ഡെസിമൽ ഇറാഷണൽ ഡെസിമൽ ആണ്, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ട്? നോക്കിയേ, ഇതൊരു നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ആണ്. ക്ലിയർ ആണോ? നോക്കിയേ, നോൺ ടെർമിനേറ്റിംഗ് അവസാനം ഉണ്ടോ? ഇല്ല. 71532103 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. നോൺ റിപ്പീറ്റിംഗ്, ഇത് എവിടെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? നോക്കിയേ, 715321 വന്നു. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു ഉണ്ട് എങ്കിൽ
ഈ 1ന്റെ തൊട്ടപ്പുറത്ത് എന്താ വരേണ്ടത്? 5 ആണ്. 5 അല്ലല്ലോ വന്ന 0 അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഡെസിമൽ? ഇല്ല. ഇങ്ങനെയുള്ള ഡെസിമൽസ് എവിടെയാ വരിക? ഇറാഷണൽ നമ്പേഴ്സ്. ഇങ്ങനെയുള്ള ഡെസിമൽ എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം. പൈ എന്ന് പറഞ്ഞാൽ, പൈ എല്ലാവർക്കും പൈ അറിയാലോ, പൈ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പൈ എന്ന് പറഞ്ഞാൽ റാഷണൽ ആണോ ഇറാഷണൽ ആണോ? പറഞ്ഞേ. പൈ എന്ന വാല്യൂ റാഷണൽ ആണോ ഇറാഷണൽ ആണോ? പറഞ്ഞേ. പൈ എന്ന് പറയുന്ന വാല്യൂ നോക്കി. പൈ എന്ന് വെച്ചാൽ എന്ത് വാല്യൂ ആണ് നമുക്കറിയാം? 22/7. സിമ്പിൾ ആയിട്ട് പൈയുടെ വാല്യൂ പറഞ്ഞാൽ 22/7 ആണല്ലോ. നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് പൈ എന്ന് പറഞ്ഞാൽ 22/7. അങ്ങനെയാണെങ്കിൽ റാഷണൽ നമ്പർ അല്ലേ? p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റിയില്ലേ? റാഷണൽ നമ്പർ അല്ലേ? ചോദ്യം നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ വന്നു കാണുമല്ലോ. 22/7 ഒരു ഫ്രാക്ഷൻ അല്ലേ? p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റിയില്ലേ? അപ്പോൾ ഒരു റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പർ അല്ല. എന്തുകൊണ്ടല്ല? പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 22/7 അല്ല. പൈ നോട്ട് ഈക്വൽ ടു 22/7. പൈ എന്ന് പറഞ്ഞാൽ പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ് 22/7. പൈയുടെ എക്സാക്ട് വാല്യൂ അല്ല. അതെന്ന് പറഞ്ഞാൽ പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7 ആണ്. പൈ ഈക്വൽ ടു 22/7 അല്ല. അത് എവിടെയും നിങ്ങൾ പഠിച്ചു കാണില്ല. ഓക്കെ. പൈയുടെ എക്സാക്ട് വാല്യൂ ഏകദേശം വരുന്നത് 3.141592 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതാണ് പൈയുടെ എക്സാക്ട് വാല്യൂ. ഈ ഒരു ഡെസിമൽ നോക്കിയേ, ഇത് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഡെസിമലിനെ നമ്മൾ വിളിച്ച പേരെന്താ? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ. ഇങ്ങനെയുള്ള ഡെസിമൽസ് എവിടെ വരും? ഇറാഷണൽ. പൈയുടെ വാല്യൂ എന്താ? 3.141592 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡെസിമൽ ഏതിലാ വരുന്നത്? ഇറാഷണൽ. അപ്പോൾ പൈ എന്താണ്? ഇറാഷണൽ. മറന്നു പോകരുത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. പൈ ഏത് വാല്യൂ ആണ് എന്നുള്ളത്. നോക്കി, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ? ഈ കൂട്ടത്തിൽ ഇറാഷണൽ നമ്പർ ആയത് ഏത്? നോക്കി, ഓപ്ഷൻസ് നോക്കി. 3, 2, 6, പൈ. ഏതാണ് ഈ കൂട്ടത്തിൽ ഇറാഷണൽ നമ്പർ? പൈ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞു തീർത്തതല്ലേ ഉള്ളൂ. പൈ ആണ് എന്ത്? ഇറാഷണൽ നമ്പർ. ഈ കൂട്ടത്തിൽ ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിന്റെ കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, റാഷണൽ നമ്പേഴ്സിനെ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഇൻഡിജർ ആൻഡ് ഫ്രാക്ഷൻ. ഇൻഡിജറും ഫ്രാക്ഷനും. ഓക്കെ. ഇൻഡിജർ എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ആയിട്ട് നോക്കി, 0, 1, 2, 3, 4 -1, -2. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടത് വരയ്ക്കാം. നോക്കി 0, 1, 2, 3, 4 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. -1, -2, -3 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. ഇൻഫിനിറ്റ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. അവസാനമില്ല. ഈ എഴുതിയിരിക്കുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും സീറോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 0 പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. 0 ഒരു ന്യൂട്രൽ നമ്പർ ആണ്. ന്യൂട്രൽ നമ്പർ. 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 ഒരു ന്യൂട്രൽ നമ്പർ ആണ്. നോക്കി, ബാക്കി എന്താ? ബാക്കിയുള്ളത് പോസിറ്റീവ് നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പൊ ഇൻഡിജർ എന്താ? ഓൾ നെഗറ്റീവ് നമ്പേഴ്സ്, ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് along with 0 ഉൾപ്പെടെയുള്ള നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും. അതാണ് എന്ത്?
ഇൻഡിജേഴ്സ് ഡെസിമൽ വരില്ല, ഫ്രാക്ഷൻ വരില്ല, സ്ക്വയർ റൂട്ടിന് അകത്തുള്ള നമ്പർ വരില്ല, ഒന്നും വരില്ല. എന്ത് മാത്രമേ വരൂ? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സീറോയും. ഓക്കെ, നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? നെഗറ്റീവ് ഇൻഡിജർ നമ്മൾ പഠിച്ചു. നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഇതാ കിടക്കുന്നു. ഇനി ഹോൾ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കി, ഈ പോസിറ്റീവ് നമ്പേഴ്സിനെ, 1 തൊട്ട് അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കും നാച്ചുറൽ നമ്പേഴ്സ്. ഇതാ കിടക്കുന്നു നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4 അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന, അതായത് എണ്ണൽ സംഖ്യ, കൗണ്ടിങ് സംഖ്യ എന്നൊക്കെ വിളിക്കുന്ന, കൗണ്ടിങ് നമ്പേഴ്സ് എന്നെല്ലാം വിളിക്കുന്ന നമ്പറാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. 1 മുതൽ അങ്ങോട്ട്. ഇനി അതിൻ്റെ കൂടെ സീറോയും കൂടെ ഇൻക്ലൂഡ് ആവുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കൂടെ? ദ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടി ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഹോൾ നമ്പേഴ്സ്. എളുപ്പം ഓർത്തിരിക്കാൻ നോക്കിയേ, ഹോൾ നമ്പേഴ്സിൽ എന്തുണ്ട്? ഓ ഉണ്ടല്ലോ. നാച്ചുറൽ നമ്പേഴ്സിൽ എവിടെയെങ്കിലും ഓ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓ ഉള്ളതിനെ സീറോ ആക്കി എടുക്കുക. അപ്പോൾ ഓ ഉള്ളത് സീറോ ഉണ്ട്. ഹോൾ നമ്പേഴ്സിൽ സീറോയും കൂടെ ആഡ് ചെയ്ത് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ സീറോയും പഠിച്ചു, നാച്ചുറൽ നമ്പേഴ്സും പഠിച്ചു, ഹോൾ നമ്പേഴ്സും പഠിച്ചു. ഇനി നമുക്ക് 1 പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പറാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സെഷനിൽ പഠിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. പൈ ആണ്. പൈ ഇറാഷണൽ ആണ്. പൈയുടെ വാല്യൂ 22/7 അല്ല. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ, നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? 22/7 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പൈയുടെ വാല്യൂ എന്താ? 3.1415 അങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നതാണ് എന്ത്? പൈയുടെ എക്സാക്ട് വാല്യൂ. മറക്കരുത്, പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. അടുത്ത് നോക്കി, വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ? ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഓപ്ഷൻ 1, ഓൺലി all റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സും എന്താണ്? എല്ലാ റിയൽ നമ്പേഴ്സും മാത്രമാണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് മാത്രമാണോ കോംപ്ലക്സ് നമ്പേഴ്സ്? നോക്കി, നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കി, ഓൺലി ഓൾ ഇമാജിനറി നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇമാജിനറി നമ്പേഴ്സ് മാത്രമാണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. അടുത്ത ഓപ്ഷൻ നോക്കി, ഓൺലി ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അടുത്ത ഓപ്ഷൻ നോക്കി, ബോത്ത് റിയൽ ആൻഡ് ഇമാജിനറി നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ റിയൽ നമ്പേഴ്സ് മാത്രമാണ് കോംപ്ലക്സ് നമ്പർ. സെക്കൻഡ് ഓപ്ഷൻ ഇമാജിനറി നമ്പേഴ്സ് മാത്രമാണ് കോംപ്ലക്സ് നമ്പർ. തേർഡ് ഓപ്ഷൻ റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് കോംപ്ലക്സ് നമ്പർ. ഫോർത്ത് ഓപ്ഷൻ റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും ചേർന്ന് വരുന്നതാണ് കോംപ്ലക്സ് നമ്പർ. ആൻസർ കിട്ടിയില്ലേ? എന്താണ് ആൻസർ? നോക്കിക്കോ. റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും ചേരുന്നതല്ലേ എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് പ്ലസ് ഇമാജിനറി നമ്പേഴ്സ് ചേരുന്നതാണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. അടുത്തപ്പോൾ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. എന്താ? റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും ചേരുന്നതാണ് എന്ത്? നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യാനുള്ളത്? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. നമ്മളിത് എവിടെയാടേ പറഞ്ഞേ? നോക്കി, നാച്ചുറൽ നമ്പേഴ്സിന്റെ കീഴിൽ, നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്ന 3 ഗ്രൂപ്പാണ് എന്ത്? 1 പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. 1 പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. 1 പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? നാച്ചുറൽ നമ്പേഴ്സ് ക്ലാസിഫൈ ചെയ്തല്ലേ, നാച്ചുറൽ നമ്പർ ക്ലാസിഫൈ ചെയ്തല്ലേ ഈ 2 ക്ലാസിഫിക്കേഷൻ നമുക്ക് വന്നത്? എന്തൊക്കെയാണ്? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. ക്ലിയർ ആണോ? ഏതൊക്കെയാ? പ്രൈം നമ്പേഴ്സും നമ്മുടെ കോമ്പോസിറ്റ് നമ്പേഴ്സും. 2 ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ബേസ് ചെയ്താണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ,
പ്രൈം നമ്പേഴ്സ് എന്താ? പ്രൈം നമ്പേഴ്സ് എന്താ? A number which have only or exactly two factors. രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. രണ്ട് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ 1 and that number itself. One and that number itself. ഒന്നുകൂടെ പറയാം. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രൈം നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി ടു ഫാക്ടേഴ്സ്. ആ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെ തന്നെ ആയിരിക്കും? 1 and that number itself. ഒന്നെന്ന് പറയുന്നത് ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? 1. പിന്നെ ഏതാ? ആ എടുക്കുന്ന നമ്പർ, ഏത് നമ്പറാണോ എടുക്കുന്നത് ആ നമ്പറോട് ആയിരിക്കണം ഫാക്ടർ. ഞാൻ എ എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എടുത്താൽ ഒന്നും എയും മാത്രമായിരിക്കണം എന്ത്? ആ നമ്പറിന്റെ ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ്, ദ നമ്പേഴ്സ് വിച്ച് ഹാവ് അറ്റ് ലീസ്റ്റ് ത്രീ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏറ്റവും മിനിമം 3 ഫാക്ടേഴ്സ് എങ്കിലും ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 1 2 3 4 5 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പറിന് എന്ത് പറയാം? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 1 പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? 1 പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? ഒന്ന് പറഞ്ഞേ, മനസ്സിലായവരൊന്ന് പറഞ്ഞേ. 1 പ്രൈം ആണോ? അല്ലല്ലോ. എന്തുകൊണ്ടല്ല? ഈ ഇതിന്റെ ഏകദേശം മീനിങ് തന്നെ നോക്കി, എക്സാക്ട് മീനിങ് തന്നെ നോക്കി. ഏതൊരു നമ്പേഴ്സിനും 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ആണല്ലോ. 1ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1ന് 1 മാത്രമല്ലേ ഫാക്ടർ ഉള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ ഫാക്ടർ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 1 പ്രൈം നമ്പർ ആണോ? അല്ല. നോട്ട് എ പ്രൈം നമ്പർ. ഇനി കോമ്പോസിറ്റിലേക്ക് വന്നേ. ഇതേ കണ്ടീഷൻ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും കുറഞ്ഞത് 3 ഫാക്ടേഴ്സ് എങ്കിലും ഉള്ള നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ 1 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണോ? 1ന് എത്ര ഫാക്ടർ ഉണ്ട്? ഒരു ഫാക്ടർ മാത്രം. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആണോ? അല്ല. 1 ഈസ് നെയ്തർ കോമ്പോസിറ്റ് നോർ പ്രൈം. ഒന്നെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റിലും പെടില്ല, പ്രൈം നമ്പേഴ്സിലും പെടില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി പ്രൈം നമ്പേഴ്സിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? 2ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നോക്കി. 1ഉം 2ഉം അല്ലേ ഉള്ളത്? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി 3 നോക്കി. 3ന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഉള്ളത്? 1ഉം 3ഉം അല്ലേ ഉള്ളത്? ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഘടകങ്ങൾ. ഏതൊരു നമ്പറിനെ, നമ്മളെടുത്ത നമ്പറിനെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പരും എന്താണ്? ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഞാൻ 4 എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, അടുത്ത് നോക്കി. 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 4 ഉണ്ട്. അതെന്തായാലും നമുക്കറിയാം. പിന്നെ എന്തുണ്ട്? 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ഡിവിഷൻ എന്ന് വെച്ചാൽ റിമൈൻഡർ വരരുത്, ശിഷ്ടം വരരുത്. അങ്ങനെയുള്ള ഡിവിഷനാണ് കംപ്ലീറ്റ് ഡിവിഷൻ, എക്സാക്ട് ഡിവിഷൻ എന്നൊക്കെ നമ്മൾ പറയുക. നോക്കി. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കില്ലേ? റിമൈൻഡർ വേറെ ഒന്നും വരില്ലല്ലോ, 0 അല്ലേ വരൂ. ഇപ്പോൾ മൊത്തം ഡിവിഷൻ നടക്കുമല്ലോ. അപ്പോൾ 4 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ? 3 ഫാക്ടേഴ്സ് വന്നു. അപ്പോഴെന്താ? 4 എന്ത്? പ്രൈം നമ്പർ അല്ല. 4 എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. ക്ലിയർ ആണോ? 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? 2 എഴുതി, 3 എഴുതി. 4 കോമ്പോസിറ്റ് നമ്പർ അല്ല. 5 ഒരു പ്രൈം നമ്പർ അല്ലേ? ആണല്ലോ. 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, 5 പ്രൈം നമ്പർ ആണ്. നോക്കി. 6 പ്രൈം നമ്പർ ആണോ? അല്ല. 7 പ്രൈം നമ്പർ ആണ്. പിന്നെ 11. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും പ്രൈം നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പർ ഏതൊക്കെയാ? 1 കോമ്പോസിറ്റ് നമ്പർ ആണോ? അല്ല. 1 പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. 2 ആണോ? അല്ല. 2 പ്രൈം നമ്പർ അല്ലേ? 3 ആണോ? അല്ല. 4 കോമ്പോസിറ്റ് നമ്പർ ആണ്. പിന്നെ എന്ത് വരും? 5 ഇല്ല. 6. 7 ഉണ്ടോ? 7 ഇല്ല. 8. 9 ഉണ്ടോ?
9, 10 ഉണ്ടോ 10, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ ഉദാഹരണങ്ങൾ. ക്ലിയർ ആണോ? ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും തമ്മിലുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കാം, ഒരുപാട് ടൈം എടുക്കില്ല, ഒരു 2 മിനിറ്റ്. നമ്മുടെ RRB പ്രീമിയം ബാച്ചിലേക്ക് നമ്മളൊരു ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എല്ലാ എക്സാമിൻ്റെയും Tier 1 അല്ലെങ്കിൽ CBT 1 എക്സാമിന് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്ത ബാച്ചാണ് RRB പ്രീമിയം ബാച്ച്. എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾ ഒരുപാട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. റെയിൽവേ എക്സാമിനാകുമ്പോൾ നമുക്ക് NTPC എക്സാം ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്, ALP ഉണ്ട്, JEE ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, അങ്ങനെ എല്ലാ എക്സാംസും ഉണ്ട്. അപ്പോൾ എല്ലാ എക്സാമിനും സെപ്പറേറ്റ് കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരൊറ്റ കോഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. RRB പ്രീമിയം ബാച്ച് എല്ലാ റെയിൽവേ നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും Tier 1 പ്രിലിമിനറി അല്ലെങ്കിൽ CBT 1 എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ബാച്ച്, അതാണ് RRB പ്രീമിയം ബാച്ച്. ഈ ഒരു കാലയളവിൽ, അതായത് ആദ്യത്തെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മളൊരു ഓഫറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5500 രൂപയുടെ കോഴ്സ് 1000 രൂപ ഇളവിൽ 4500 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ക്ലിയർ ആണോ? ഒരുപാട് ഫാക്കൽറ്റീസ്, ഒരുപാട് ടൈം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എക്സാം, എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ നടന്ന എല്ലാ എക്സാം അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മുതലാക്കുക, എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എ സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ? നല്ല ചോദ്യമാണ്. സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ. പ്രൈം നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2, 3, 5, 7, 11, 13 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുമാണല്ലോ. ആർക്കും ഡൗട്ടില്ലല്ലോ? ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നമ്പേഴ്സിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ ഓഡ് നമ്പർ എന്താ? ഈവൻ നമ്പർ, ഓഡ് നമ്പർ എല്ലാവർക്കും അറിയാലോ. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ്. 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഈ ഓഡ് നമ്പേഴ്സ്. ക്ലിയർ ആണോ? 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് അറിയാലോ, നിങ്ങൾക്ക് ബേസിക് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ഏതാ? 2 ആണോ? 3 അല്ലേ സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ഏതാ? സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ നോക്കി, തൊട്ടടുത്ത് തന്നെ നടക്കുക. 2 സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ഏത്? 2. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ഏതാണ്? 2. സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ 3. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാ? കോമ്പോസിറ്റ് നമ്പർ എന്തൊക്കെയാണേ? 1 ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. 4, പിന്നെന്താ 6 ഇങ്ങനെയല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4. സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് ഓഡ് കോമ്പോസിറ്റ് നമ്പർ ഏത് വരും? 9. സ്മോളസ്റ്റ് ഈവൻ കോമ്പോസിറ്റ് നമ്പറും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. സ്മോളസ്റ്റ് ഓഡ് കോമ്പോസിറ്റ് നമ്പർ 9. ഓക്കെ ആണോ? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അത് ഓക്കെ ആണോ? നമ്മുടെ പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ എന്താണ്, ഇതെല്ലാം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നല്ല ഒരു ചോദ്യമാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ഈസ് 50. 3 പ്രൈം നമ്പേഴ്സിന്റെ സം എന്ന് വെച്ചാൽ എന്താണ്? 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്, കൂട്ടുന്നത് നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ നമ്പേഴ്സിനെയും A, B, C എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ A + B + C അല്ലേ 50. ഞാൻ ഓരോ പ്രൈം നമ്പറിനും A എന്ന് ഫസ്റ്റ്,
ബി സെക്കൻഡ്, സി തേർഡ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി അല്ലേ 50. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. വൺ ഓഫ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10 എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? വൺ ഓഫ് ദി നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10. ഒരു നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ നമ്പർ എന്താണ്? 10 കൂടുതലാണ്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത നമ്പർ എന്താണ്? 10 കൂടുതലാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. ഈ 3 എയും ബിയും സിയിലും ഏറ്റവും വലിയ നമ്പർ, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രൈം നമ്പർ കണ്ടുപിടിക്കുക. ഓപ്ഷനിലേക്ക് വന്നേ ആദ്യം 13. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈം നമ്പർ അല്ലേ? ആണ്, പ്രൈം നമ്പർ ആണ്. അപ്പോൾ അത് ആൻസർ ആയിട്ട് വരാം. സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. നോക്കി, 25 പ്രൈം നമ്പർ ആണോ? 25-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1ഉം 25ഉം എന്തായാലും ഉണ്ട്. പിന്നെ 5 ഒരു ഫാക്ടർ അല്ലേ? 5 × 5 25 അല്ലേ? ഇപ്പോൾ 25 പ്രൈം നമ്പർ ആണോ? അല്ല. ആദ്യമേ സ്ട്രൈക്ക് ചെയ്യുക. ഓപ്ഷനിൽ നിന്ന് കൂടി എലിമിനേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നേരെ ക്വസ്റ്റ്യൻ കണ്ടു ഓപ്ഷൻ നോക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. ഇനി 17 ഒരു പ്രൈം നമ്പർ അല്ലേ? അതെ. 29 ഒരു പ്രൈം നമ്പർ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. 2 + 3 എന്താ? 5. എല്ലാവർക്കും അറിയാം അല്ലേ? 2 എന്ന് വെച്ചാൽ എന്താ? ഒരു ഈവൻ നമ്പർ അല്ലേ? 3 എന്ന് വെച്ചാൽ എന്താ? ഓഡ് നമ്പർ അല്ലേ? ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്ത് കിട്ടി? ഒരു ഓഡ് നമ്പർ കിട്ടി. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചിരിക്കണേ. 2 + 3 5 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ്. 3 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ്. ഈവൻ നമ്പറിന്റെയും ഓഡ് നമ്പറിന്റെയും സം എന്താ? നമുക്ക് എപ്പോഴും വരുന്നത് ഓഡ് നമ്പർ തന്നെയായിരിക്കും. ഇനി 2 + 2 എന്താ? 4 ആണ്. ഈവൻ നമ്പർ പ്ലസ് ഈവൻ നമ്പർ എന്ത് കിട്ടി? ഈവൻ നമ്പർ തന്നെ കിട്ടി. ഇനി നോക്കിയേ 3 + 5 എന്താ? 8. അതായത് ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്ത് കിട്ടി? ഓഡ് നമ്പർ തന്നെ കിട്ടി. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 2 + 3 + 5 എന്ത് വരും? 2 + 3 + 5 10 അല്ലേ? ഇത് നോക്കി, ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ അല്ലേ ഈവൻ നമ്പർ? ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കി, 2+ അല്ലെങ്കിൽ 4 + 1 + 7 എന്ത് കിട്ടും? 4 + 1 + 7 12 അല്ലേ? നോക്കി, ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്ത് കിട്ടി? ഈവൻ നമ്പർ കിട്ടി. ഇത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. നമ്മളുടെ റിസൾട്ട് എന്താ? ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഇതൊരു ഈവൻ നമ്പർ അല്ലേ? ആണല്ലോ. ഈവൻ നമ്പർ 3 നമ്പേഴ്സിന്റെ അഡീഷൻ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ അവസാനം വരണമെങ്കിൽ നമ്മളുടെ ഒരു നമ്പർ എന്തായാലും എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ആണല്ലോ. പ്രൈം നമ്പേഴ്സിൽ ഈവൻ നമ്പർ ആയ ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അതേതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓഡ് നമ്പർ. നിങ്ങൾ എത്ര നമ്പർ വേണമെങ്കിലും എടുത്തോ, ബാക്കി എല്ലാം എന്തായിരിക്കും? ഓഡ് നമ്പർ മാത്രമായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഒരു കണ്ടീഷൻ, ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടി. പ്ലസ് ബി പ്ലസ് സി എന്താണ്? 50. ഒരു നമ്പർ നമുക്ക് കിട്ടി 2. ഒരു പ്രൈം നമ്പർ കിട്ടി 2. ഇനി നോക്കി, ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി പ്ലസ് സി എന്താ? 50 - 2. അഡീഷൻ ഇവിടെ പോകുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആകും. എന്ത്? 48. ബി പ്ലസ് സി എന്ത് കിട്ടി? ബി പ്ലസ് സി എന്ത് കിട്ടി? 48. ക്ലിയർ ആണോ? ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകേണ്ടത്. എന്താണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ? ഒന്ന് വായിച്ചു നോക്കി. 1 നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10. ഒരു നമ്പർ മറ്റു നമ്പറിനെ കാട്ടിൽ എത്ര കൂടുതലാണ്? 10 കൂടുതലാണ്. ഇനി നോക്കിയേ നമ്മുടെ കയ്യിൽ എത്ര നമ്പർ ഉണ്ട്? ഇനി 2 നമ്പർ അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ? ഇനി 2 നമ്പർ മാത്രമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ? ഇനി 2 നമ്പർ അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ? ആണല്ലോ. 2 നമ്പർ മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. ഏതൊക്കെയാ നമ്പർ? ബിയും സിയും ആണല്ലോ. ബിയും സിയും. എ നമുക്ക് കിട്ടി 2. ക്ലിയർ ആണോ? 1 നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10. നോക്കിയേ, നമ്മൾക്ക് ഏത് നമ്പറാണ്
കൂടുതൽ അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ 10 ആഡ് ചെയ്താലാണ് അടുത്ത നമ്പർ കിട്ടുക നമുക്ക് പറഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള നമ്പർ എന്താ? 2. 2ൻ്റെ കൂടെ 10 ആഡ് ചെയ്തു എത്ര കിട്ടും? 12. 12 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. ഇപ്പോൾ 2ൻ്റെ കൂടെ അല്ല 10 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? ബിയുടെ കൂടെയോ സിയുടെ കൂടെയോ 10 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. അതായത് ബിയുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് സി കിട്ടും. അതായത് ബി മൈനസ് സി എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ ബി വലിയ നമ്പർ ആണെങ്കിൽ ബി ആദ്യം കൊടുക്കുക, സി വലിയ നമ്പർ ആണെങ്കിൽ സി ആദ്യം കൊടുക്കുക. ബി മൈനസ് സി എന്ത് കിട്ടും നമുക്ക്? 10. ക്ലിയർ ആണോ? ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വെച്ചേ. 1 നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10. ഇത് തന്നെ അല്ലേ എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പർ 30, ഒരു നമ്പർ 20. 1 നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ ബൈ 10. ഇതിന്റെ ഡിഫറൻസ് എന്ത് വരും? 10 വരും. ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആണല്ലോ. സിമ്പിൾ ആക്കുക. നോക്കിയേ, ബി പ്ലസ് സി നമ്മുടെ കയ്യിലുണ്ട്. ബി പ്ലസ് സി എന്തുണ്ട്? 48. ബി മൈനസ് സി എന്താടേ? ബി മൈനസ് സി എന്താ? 10. അങ്ങനെയാണെങ്കിൽ ബിയും സിയും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബി എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പർ കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുക. 48 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2 എന്താ? 58 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടുവടേ? 58 ഡിവൈഡഡ് ബൈ 2 29. അപ്പോൾ നമ്മുടെ ലാർജസ്റ്റ് നമ്പർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ലാർജസ്റ്റ് നമ്പർ എന്ത് കിട്ടി നമുക്ക്? എന്ത് കിട്ടി? 29. ചെക്ക് ചെയ്തോ. 29 പ്ലസ് സി ഈസ് ഈക്വൽ ടു 48 ആണല്ലോ. സി ഈസ് ഈക്വൽ ടു എന്താ? 48 മൈനസ് 29 എന്ത് വരും? എന്ത് വരും? 19 അല്ലേ? പ്രൈം നമ്പർ തന്നെ അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയാ? 2, 19, 29. നമ്മുടെ ആൻസർ എന്താ? ലാർജസ്റ്റ് പ്രൈം നമ്പർ എന്താ ഈ കൂട്ടത്തിലെ? 29. സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2. അതെന്തായാലും ചോദിക്കാൻ സാധ്യതയില്ല. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈം നമ്പർ 19. മൂന്നിൻ്റെയും ആൻസറായി. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും സെഷൻ ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും അടുത്ത സെഷൻ നമ്മൾ എടുക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ആപ്പിൽ ഇതിലും എക്സാമ്പിൾ പറഞ്ഞ് ഇതിലും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെന്താ ആപ്പും കൂടി പർച്ചേസ് ചെയ്യുക. കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ബൈ.